നമ്മളുടെ ഫ്ലോറിലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോവാണ്. ഓഹോ. അറിയാലോ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേർക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അവരുടെ കഴിവുകൾ കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് സോഷ്യൽ മീഡിയ. അങ്ങനെ ഇപ്പൊ ആള് ഭയങ്കര ഒരു വൈറൽ സ്റ്റാർ ആണ്. മില്യൺ വ്യൂസ് ഒക്കെയാണ് ആളുടെ ആ വീഡിയോസിനൊക്കെ. നമ്മൾ ആളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ അറബിക് സോങ്സ് അല്ലെങ്കിൽ മാപ്പിള പാട്ടൊക്കെ പാടുന്ന ഒരാളായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് മലപ്പുറത്ത് നിന്നൊരു മൊഞ്ചത്തിക്കുട്ടിയാണ് നമ്മുടെ ഫ്ലോറിൽ നിന്ന് വരാൻ പോകുന്നത്. അതും വെറൈറ്റി ആയിട്ട് ആള് പെർഫോം ചെയ്യുന്നത് കഥകളി പദമാണ് പാടാൻ പോകുന്നത്. ഓക്കെ, വിളിക്കട്ടെ ഫാത്തിമ. ഓക്കെ, ഫാത്തിമ ഐസ്തിക്കാണ് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ഫാത്തിമ. ഹായ് ഫാത്തിമ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. സോഷ്യൽ മീഡിയയിൽ മാത്രം വീഡിയോസ് ആണ് കണ്ടത്, നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. ഇതാണ് ഫാത്തിമ. സലാം അലൈക്കും. ഹായ് ഫാത്തിമ. ഭയങ്കര ഫാനാണ് നിങ്ങളുടെ. അതെ, ഭയങ്കര കാറ്റ്. മനുഷ്യൻ പിന്നെ വന്ന ഉടനെ ഫാനാണ്, പ്രൊപ്പല്ലറാണെന്ന് പറഞ്ഞ് നമ്മള് പേടിക്കത്തില്ല. ഫാത്തിമ പറയൂ, എങ്ങനെയാണ് ഈ കഥകളി സംഗീതത്തോട് താല്പര്യം വന്നത്? ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ശാസ്ത്രീയ സംഗീതത്തിന് മത്സരിക്കായിരുന്നു. അപ്പോൾ ഒരു 9th പഠിക്കുമ്പോൾ ഹൈസ്കൂളിൽ ഞാൻ WIC വണ്ടൂർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ റഷീല എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറാണ് എൻ്റെ വോയിസിന് കഥകളി സംഗീതം പാടിയ നന്നാവുന്ന സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് എൻ്റെ ദീപ പാലനാട് ടീച്ചറാണ് എന്നെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കഥകളി സംഗീതം അതിലേക്ക് എത്തുന്നത്. എവിടെ പഠിച്ചത് ശരിക്കും? ലൈക്ക് ഒഫീഷ്യലി കഥകളി സംഗീതം കലാമണ്ഡലം അല്ലെങ്കിൽ മാർഗി അങ്ങനെ എവിടെയെങ്കിലും? കലാമണ്ഡലത്തിൽ പെർഫോം ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് കഴിഞ്ഞ വർഷം അവിടെ കഥകളി പദം പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ നമുക്ക് എന്തായാലും കേൾക്കാം. ഫാത്തിമ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ലവണാസുരവധം ആ കഥയാണ് പാടാൻ പോകുന്നത്. വെരി ഗുഡ്, അടിപൊളി. ആ കയ്യില് ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ട് 2 വാക്ക്. ഇത് ചേങ്ങിലയാണ്. ഇത് കഥകളി സംഗീതം പാടുമ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. ബദ്ധ്വാദം സമരേ സമീരണസുതം സീത സുദൗ സാഹസാൽ സമ്യക് ജ്ഞാനവദാം വരം കപിവരം മാധുസമീപം ഗദൗ സീത അത്ഭുത വിക്രമസ്വദൈത പ്രഖ്യാത ഭക്തം മുദ മുക്തം ഭക്തമവേക്ഷ്യ വാചമവദ മന്ദാക്ഷരം ഹന്ദ ഹന്ദ ഹനുമാനേ ബന്ധീത ആയതും ഓർത്താൽ എന്തി വണ്ണം വന്നിടുവാൻ ചിന്തിക്കിൽ
വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. ഇത് നമ്മുടെ കഥകളി സംഗീതം എന്ന് പറയുന്നത് എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമല്ല. അതെ, അത് ഈ ജനറേഷനിൽ ഒരാൾ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അതെ 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 അതെ. ഞാൻ കുറച്ചൊക്കെ കേൾക്കുമായിരുന്നു, ഈ പറഞ്ഞ പോലെ ഹൈദരാലി സാറിന്റെയും ഹരിദാസ് സാറിന്റെ ഒക്കെ ടേപ്പ് കേൾക്കുമായിരുന്നു. അങ്ങനെ കഥകളി പോയി കണ്ടിട്ടില്ലെങ്കിലും ഇപ്പം നളചരിതമൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിത് കേട്ടപ്പോ കുറെ കാലമായി കേട്ടിട്ട് ആ ഒരു സന്തോഷമുണ്ട്. നന്നായിട്ട് പാടി കേട്ടോ. അയ്യോ അസാധ്യമായിരുന്നു, ഒരു വല്ലാത്ത വൈബായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. ഷാനിക്ക. ഫാത്തിമ എങ്ങനെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? അതെ, ഞാൻ ചോദിക്കാൻ വരും. കാരണം ഉമ്മയാണ് കൂടെ വന്നിട്ടുള്ളത്. ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഫാത്തിമ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അതെ, ഉമ്മ തന്നെയാണ് ഏറ്റവും അധികം പറയേണ്ടത്. എൻ്റെ ഉമ്മയാണ്. ചെറുപ്പം മുതലേ എന്നെ ഇതിലേക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ഉമ്മയും ഉപ്പയാണ്. ആണല്ലേ? അതെ. ഓ സന്തോഷം സന്തോഷം ഒരുപാട്. ഇപ്പൊ ഞാൻ മാരീഡ് ആണ്, 2 വർഷമായി. അപ്പൊ ഹസ്ബൻഡും നല്ല സപ്പോർട്ടാണ് ഫാമിലി. ഓ നൈസ് നൈസ് നൈസ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാത്തിമ. സ്ത്രീകൾക്ക്. അതെ അതെ അതെ. അപ്പൊ അതിന് ആ ഒരു കാര്യത്തിൽ യു ആർ വെരി മച്ച് ബ്ലെസ്ഡ് കേട്ടോ. വെരി ബ്ലെസ്ഡ് അങ്ങനെ സപ്പോർട്ടും കിട്ടുന്നതിൽ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുമോ? എല്ലാ പാട്ടുകളും പാടാറുണ്ട്. നോർമൽ സോങ്സ് പാടാറുണ്ട്. എന്നാ പിന്നെ ഒരു നോർമൽ സോങ് കേൾക്കണ്ടേ? എന്നാ നമുക്കൊരു നോർമൽ പാട്ട്. കാര്യം ഈ കഥകളി സംഗീതം, ഞാനൊരു കാര്യം പറയാം ഫാത്തിമ, കഥകളി സംഗീതം ഞാൻ ഹൈദരാലി മാഷ് പാടുന്നത് ഞാൻ നേരിട്ട് അവിടെ പോയിരുന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശൻ അന്ന് നമുക്ക് കഥകളി എന്ന് പറഞ്ഞാൽ ഇന്നും അറിഞ്ഞൂടാ അന്നും അറിഞ്ഞൂടാ, എങ്കിൽ ഈ പാട്ടെന്ന് പറഞ്ഞു കൊണ്ട് അദ്ദേഹം പാടുന്ന കേട്ടിട്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. അതെയോ വല്ലൊരു വല്ലാത്ത ഒരു അനുഗ്രഹീതനായിട്ടുള്ള കലാകാരനായിരുന്നു ഹൈദരാലി മാഷ്. അപ്പൊ എനിക്ക് ഫാത്തിമ കണ്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു എന്താന്ന് അറിഞ്ഞോട്ടെ. പിന്നെ അതുപോലെ ഫാത്തിമ ഉഗ്രൻ ശബ്ദം കേട്ടോ, ഉഗ്രൻ ശബ്ദം. ആ രാഗങ്ങൾ തന്നെ നമ്മൾ സാധാരണ പാടുന്ന കർണാട്ടിക് രാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാണത്. അപ്പൊ അതിനുള്ള ഒരു സുഖം, വൈബ് വേറെ തന്നെയാണ് ഫാത്തിമ. ആ രീതിയിൽ തന്നെ പാടും. ഇൻസ്ട്രുമെന്റും കൂടെ വന്നപ്പോ ഭയങ്കര വല്ലാത്ത മൂടായിരുന്നു. ഫാത്തിമ ഇപ്പൊ എന്താ പഠിക്കുകയാണോ? ഞാനിപ്പോ MA മ്യൂസിക് കർണാട്ടിക് ഫൈനൽ ഇയർ ആണ്. എവിടെ പഠിക്കുന്നത്? ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂര്. അപ്പൊ നമുക്ക് ആ നോർമൽ സോങ് അതിന് നമുക്ക് ഇതൊക്കെ മാറ്റാൻ തോന്നുന്നു. അതിങ്ങ് തരാമോ? കഥകളി സംഗീതം എന്ന് പറഞ്ഞാൽ എന്തോ അബ്നോർമലോ? അല്ല വേണ്ട, മോളോടെ ഞാനിതും കൊണ്ട് നല്ലതാണ്, പാട്ടില്ലാത്തപ്പോ കൊട്ടിക്കൊണ്ടിരിക്കാം. ഓക്കെ ഫാത്തിമ, ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ചന്ദ്രചൂഡ് ശിവശങ്കര പാർവതി. സൂപ്പർ. ചൂട ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ಸುಂದರಧರ ಪಿನಾಗಧರ ಹರ ಸುಂದರಧರ ಪಿನಾಗ ಧರ ಹರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ.
ಸೀಮರುದ್ರಾಕ್ಷಮು ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಡಲನ ಪ್ರಾಣ ಪ್ರೇಯಮು ನೀನೆ. ಚಂದ್ರಚೂಡ ಶಿವ ಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ತನತಾನಂ ತತಾನಂ ತತಾನಂ ತಾನಂ ತನಂ ತಾನಂ ನುಂ ತದನತಾನಂ ತತಾನಂ ತತಾನಂ ತಾನಾನನಂ ತಾನಂ ತಾನಂ ತತಾನಂ ತತಾನಂ ತಾನಾನನಂ ತಾನಂ ತಾನನ ತಾನಂ ತತಾನಂ ತತಾನಂ ತಾನಾನನಂ ತಾ. ನಿನಿಸ ಸಾಸನಿ ಸರಿ ಗರಿ ಸಸ ಸಾಸನಿ ಸದಾನಿ ಪಮ ಪಗ ಮದಿ ಸರಿ ರಿ ಗರಿ ಸಮ ಮ ಪದ ಧನಿ ಸ ರಿ ರಿ ಗ ಗ ಸರಿ ಗ ಗ ನಿ ಸ ದ ದ ಮ ಪದ ದ ನಿ ಸ ರಿ 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 ಸ ದ ನಿ ಪ ಮ ಪಗ ಮರಿ ಸ ನಿ ನಿ ಸ ಸರಿ ರಿ ಗ ಗರಿ ರಿ ಸ ದ ನಿ ಸ ರಿ ರಿ ಗರಿ ಸ ಮ ಮ ಪದ ದ ನಿ ಸ ರಿ ರಿ ಗರಿ ಸ ಸ ಸ ರಿ ಗ ಸ ದ ದ ನಿ ಪ ಮ ಮ ಗ ಮರಿ ಸ ರಿ ಸ. ಸ ಸ ಸ ಸ ರಿ 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 ಗ ಗ ಗ ಗ ರಿ ಸ ಮ ಮ ಮ ಮ ಮ ಪ ಪ ಪ ಪ ಪ ದ ದ ದ ದ ದ ನಿ ಪ ದ ದ ದ ದ ದ ನಿ 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 ಸ ಸ ಸ ಸ ಸ ರಿ ಗ ಗ ರಿ ಸ ದ ನಿ ಸ ಸ ಗ ರಿ ಸ ದ ನಿ ಪ ಮ ಪ ದ ನಿ ಸ ಸ ಸ ರಿ 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 ಗ ರಿ ಸ ದ ನಿ ಪ ಮ ಪ ದ ನಿ ಸ ರಿ ಗ ರಿ ಸ ಮಧ್ಯಮು ಮಮದಮು ಏಗಮಿ ಪೂರ್ಣಮು ಶೂನ್ಯಮು ಏಗಮಿ ಕೃಷ್ಣನು ರುದ್ರನು ಏಗಮೇ. ആഹാ സാബാഷ് സൂപ്പർ. വില 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 വില, വില. വണ്ടർഫുൾ വണ്ടർഫുൾ. ഫാത്തിമ ബ്യൂട്ടിഫുൾ, അടിപൊളിയായിരുന്നു അല്ലേ? വണ്ടർഫുൾ വണ്ടർഫുൾ. അപ്പൊ ഒന്നും പറയാനില്ല, എന്തൊരു ഏതോ ഒരു വേറൊരു ഫീലായിരുന്നു മൊത്തത്തിൽ. താങ്ക് യു സോ മച്ച്. അത് ഒരു എന്താ പറയണ്ട, ഒരു ദൈവാനുഗ്രഹം ഉണ്ട് എന്തൊക്കെയാലും. താങ്ക് യു സർ. എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ ദൈവത്തിന്റെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫാത്തിമ. താങ്ക് യു സോ മച്ച്. ഇനിയും എത്രത്തോളം പഠിക്കാൻ പറ്റുമോ നമ്മൾ എക്സൽ ചെയ്യുക ഫാത്തിമ, ഞാൻ അതേ പറയത്തുള്ളൂ. നമ്മളൊരു ചെറിയ കാര്യമാണെങ്കിൽ ചെയ്യുന്ന ആ കാര്യം അസാധ്യമായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യം നമ്മൾ എത്ര പരിശ്രമിക്കുന്നവരെന്തൊക്കെയാലും ഒരു ജ്ഞാനം ദൈവം കൊടുത്തിട്ടുണ്ട്. കാര്യം അങ്ങനെ ഇങ്ങനെ കിട്ടത്തില്ലല്ലോ. സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി. കാര്യം ആ സംഗീത ഒരു കലാവാസന കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു കലാവാസന കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ ഫാത്തിമയ്ക്കും ഫാത്തിമയുടെ കുടുംബത്തിനും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് സന്തോഷം ഈ ഫ്ലോറിൽ വരാൻ പറ്റിയതിലും ഇത്രയും വലിയ ആൾക്കാരുടെ കോയിനിൽ പാടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. വി ആർ ഓൾസോ ഹാപ്പി ടു മീറ്റ് യു. ഞങ്ങൾക്കും വളരെ സന്തോഷം. ഇതുപോലെ ആളെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ കൊണ്ടുവന്നതിന് തന്നെ താങ്ക്സ്. ഒരു ടാലന്റ് എല്ലാവരിലും ഉറപ്പായിട്ടും കാണട്ടെ. സൂപ്പർ സ്റ്റാർ സീസൺ 2 സീനിയേഴ്സ് തുടങ്ങാൻ പോകുന്നുണ്ട്. വേണമെങ്കിൽ ആ വഴിക്കൊക്കെ ഒന്ന് വന്നു പോവാം. അല്ല, പിന്നെ എനിക്ക് തോന്നിയത് ഭയങ്കര ഒരു നമ്മളൊരു നല്ല റെക്കോർഡിങ് കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. നല്ല ശബ്ദം ഒളിച്ചടുക്കി. സൂപ്പർ വണ്ടർഫുൾ. ഫാത്തിമ ഓൾ ദ ബെസ്റ്റ്. ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.